പൊതുവിടങ്ങളില്ലാത്ത സമൂഹം എന്തിനു കൊള്ളാം എന്ന ഈ ചർച്ചയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ, നമ്മുടെ ഈ സാഹിത്യോത്സവം തന്നെ നമ്മളൊരു ബഹുസ്വരതയുടെ ഇടമായിട്ടാണ് കാണുന്നത്. ആ സ്ഥലത്ത് എന്തുകൊണ്ടും പ്രസക്തമായൊരു ചർച്ചയാണ് ഈ പൊതുവിട നശീകരണത്തെക്കുറിച്ചുള്ള, അങ്ങനെ ഒരു പദം പ്രയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ പൊതുവിട നശീകരണത്തെക്കുറിച്ചിട്ടുള്ള ഈ ഒരു ചർച്ച. അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ ആദ്യമായിട്ട് ഗംഗയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആദ്യമായി ഗംഗയോടൊരു ചോദ്യം ചോദിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൊതുവിടത്തിൽ വളരെ ശ്രദ്ധേയവും എന്നാൽ ശ്രമകരവുമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് ഗംഗ. ഇപ്പോൾ ഗംഗയെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്ക് പറഞ്ഞു ആ കാര്യങ്ങൾ. നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, ഒരു ടോയ്ലറ്റ് ഫെസ്റ്റിവൽ ഇവിടെ നടന്നു. ഒരു കക്കു സാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം ഗംഗയുടെ നേതൃത്വത്തിൽ നടന്നു. റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുസ്ഥിര വികസനവുമായിട്ടും പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഒരു പ്രവർത്തനം, സ്ലം പാർലമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെന്നൈയിൽ പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ ഗംഗയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം, നമുക്ക് ഈ പൊതുവിടത്തിന് വികസനപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഗംഗയുടെ നിർവചനത്തിൽ എന്താണ് ഒരു പൊതുവിടം? ഗംഗയെ സംബന്ധിച്ച് ആ പൊതുവിടത്തിൽ എന്താണ് ഗംഗ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം പൊതുവിടം ഇല്ലാത്ത സമൂഹം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമ്മുടെ ടൈറ്റിലുണ്ട്. അതിൽ ആദ്യം എനിക്ക് അതിലേക്ക് ഒരു പെർസ്പെക്റ്റീവ് ആഡ് ചെയ്യാനുള്ളത്, ഒരു പൊതുബോധ മണ്ഡലത്തിൻ്റെ കെമിസ്ട്രിയിലാണ് നമ്മുടെ സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് പല രീതിയിൽ, ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന എല്ലാവരുടെയും ബോഡി ലാംഗ്വേജ് ഏതാണ്ട് ഒന്നൊക്കെ തന്നെയാണ്. അത് നമ്മളെ ആരും പഠിപ്പിച്ചിട്ട് വന്നതല്ല. അത് നമ്മൾ ഇവോൾവ് ചെയ്ത് നമ്മളവിടെ എത്തുന്നു. പരസ്പരം ഇവിടെയാണെങ്കിലും ഒരുപക്ഷെ മറ്റൊരു രാജ്യത്ത് മറ്റൊരു പ്രോഗ്രാമിലും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ആ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് നമ്മുടെ ഇൻഹറൻ്റ്ലി ഉള്ളിലുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ സമൂഹം നിലനിൽക്കുന്നിടത്തോളം കാലം പൊതുവിടങ്ങൾക്ക് മരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ എവല്യൂഷൻ, അതായത് നമ്മൾ വളരെ പഴയ സിവിലൈസേഷൻസ് നോക്കുകയാണെങ്കിലും, അപ്പം ഗ്രീസിൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ പൊതുവിടങ്ങളിൽ നിന്നായിരിക്കും. അതിന് മുന്നേയുള്ള സിവിലൈസേഷനിൽ റിച്വൽസ് നടത്തുന്ന സ്പേസുകളായിട്ടാണ് ഇത് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ കാലങ്ങളിലും അതിൻ്റേതായ രീതിക്കനുസരിച്ച് ഇത് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്കിവിടെ ഒരു ചർച്ചയിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് എവിടെയോ ആണ് നമ്മൾ തന്നെ രൂപവൽക്കരിച്ചിട്ടുള്ള ഗവൺമെൻറ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു രീതി ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ പൊതുജനം പൊതുവിടത്തിൻ്റെ ഉപഭോക്താവാണ്. അവിടെയാണ് എന്ത് കൊടുക്കുന്നു എന്ത് കിട്ടുന്നു എന്നുള്ള ഒരു കാര്യങ്ങളിലാണ് ഒരുവിധപ്പെട്ട പൊതുവിടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ പൊതുവിടം കൊടുക്കപ്പെടുന്നതും കൊടുക്കുന്നതും രണ്ട് സ്ഥലത്തുമുള്ള ഗ്യാപ്പിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ കോൺഫ്ലിക്റ്റുകളും ഉണ്ടായി വരുന്നത്. അപ്പോൾ പൊതുവിടം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ വരുന്നത് എന്തിലൊക്കെ, പാർക്കിലാണോ അതോ എന്നാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ അതിൽ വരുന്നുണ്ടാവും. അത് ഒരു അപ്പോൾ എവിടെയോ ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഒരു സിസ്റ്റം അതിനെ കൊടുക്കുന്നതും ഒരു ഉപഭോക്താവ് അതിനെ എടുക്കുന്നതും. അപ്പം നമുക്ക് കിട്ടുന്ന എല്ലാത്തിനെയും നമ്മൾ റേറ്റ് ചെയ്യാറുണ്ട്. സിനിമയെ നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ടോയ്ലറ്റിനെ റിവ്യൂ ചെയ്യാൻ അറിയില്ല, എന്തുകൊണ്ട്? പക്ഷെ നമ്മൾ അതിൻ്റെ ഉപഭോക്തമാണ്. പക്ഷെ ആ രീതിയിൽ കൊടുക്കുന്ന ആൾക്കാർ അതിനെ കണ്ടിട്ടുണ്ടാവുമോ? അപ്പോൾ നമ്മുടെ അകത്തുനിന്ന് ആക്ച്വലി പുറത്തേക്ക് വരുന്ന എല്ലാ ലെവലിലും നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പൊതുവിടം. അത് വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള പ്രോജക്റ്റുകളും അതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കണം. അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരിടത്തേക്ക് പോകുന്ന എല്ലാ വഴികളിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ചർച്ചകളിലും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പൊതുവിടം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാം, അപ്പോൾ ആർക്ക് എന്ത് എപ്പോൾ വേണം എന്നുള്ള രീതിയിലാണോ പൊതുവിടങ്ങൾ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്, അതാണ് യഥാർത്ഥമായ ഡെമോക്രാറ്റിക് പ്രോസസ്സ്.
അപ്പോൾ ഈ പൊതുവിടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ആഡിഷനായിട്ട് ഈ ഗംഗ ഈ ഇടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഗ്യാപ്പിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഗംഗ ചെയ്ത പ്രോജക്റ്റുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഒരു പൊതുവിടത്തിൽ ഈ പൊതുജനവുമായിട്ടുള്ള ഒരു സമ്പർക്കം, അത്തരമൊരു ജനാധിപത്യ അവസ്ഥ, അതിൽ ഗംഗയുടെ പ്രോജക്റ്റുകളിലൂടെ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്? അതെ, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ആ ഗ്യാപ്പാണ് ആദ്യം. അതായത് നമ്മൾ ആ ഒരു പ്രോസസ് ഒരു പിരമിഡ് പോലെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഇതുണ്ടാക്കുന്ന ആൾക്കാർ അതിൻ്റെ മേളിലുള്ള ഒരു ചെറിയ വിഭാഗവും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അതിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു വലിയ വിഭാഗമാണ്. ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള ഗ്യാപ്പിൽ നിന്നാണ് എല്ലാ പ്രശ്നവും. അപ്പോൾ ആ ഗ്യാപ്പാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് ഫങ്ഷണലായിട്ടുള്ള ടോയ്ലറ്റുകൾ ചെയ്യാൻ പറ്റുന്നില്ല? ചിലപ്പം അവിടെ ഇവിടെ നമുക്ക് കേസ് സ്റ്റഡി ഉണ്ടാവും. അത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഇത്രയും ചെറിയ 4 ചുമരുള്ള ഒരു മുറിനെ വളരെ സിമ്പിളായി കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പിരമിഡിൻ്റെ മേലിൽ ഇരിക്കുന്ന ആ വിഭാഗമോ ആ സിസ്റ്റമോ ഇത്രയും ചെറിയൊരു ഒരു കൺസ്ട്രക്റ്റിൻ്റെ ടോട്ടൽ കെമിസ്ട്രി ചെയ്യാൻ എക്യുപ്ഡ് അല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ കാലെടുത്ത് വെച്ച ഏരിയ. അതിപ്പോൾ ടോയ്ലറ്റ് ഒരു എക്സാമ്പിൾ മാത്രം. അതിപ്പോൾ ടോയ്ലറ്റ് ആയാലും സ്ലം ആയാലും വളരെ നമ്മൾ സിമ്പിളാണെന്ന് വിചാരിക്കുന്നതിൻ്റെ സങ്കീർണതകൾ ഉൾക്കൊള്ളാൻ നമ്മുടെ സിസ്റ്റം ഇതുവരെ എക്യുപ്ഡ് ആയിട്ടില്ല. അവിടെ നിന്നാണ് വർക്ക് വന്നത്. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ചെറിയ തോതിലൊന്ന് ഗംഗ മെൻഷൻ ചെയ്തു, എങ്ങനെയാണ് ഈ പൊതുസ്ഥലം അതിനെ എങ്ങനെയാണ് രൂപവൽക്കരിച്ചതെന്ന്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഏക രാഷ്ട്രീയക്കാരനാണ് ശ്രീ പ്രദീപ് കുമാർ. ഇപ്പോൾ പ്രദീപ് കുമാറിനൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയേഴ്സിനെ കുറിച്ച്. ഹിസ്റ്ററിയിൽ പഠിച്ച സ്ക്വയേഴ്സും ഉണ്ട്, മാത്സിൽ പഠിച്ച സ്ക്വയേഴ്സും ഉണ്ട്. ഈ മാത്സിൽ പഠിച്ച സ്ക്വയേഴ്സ് നമ്മുടെ ചതുരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഹിസ്റ്ററിയിൽ പഠിച്ചതിനെ നമ്മൾ ചത്വരങ്ങളെന്ന് പറയും. അതായത് ടിയാനൻമെൻ സ്ക്വയർ, സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തെഹ്രീർ സ്ക്വയർ ഉണ്ട്, നമ്മുടെ ജന്തർ മന്ദർ ഉണ്ട്, പിന്നെ നമ്മുടെ ഇവിടുത്തെ പുത്തരിക്കണ്ടം മൈതാനം. അങ്ങനെ ഇത്തരം സ്ക്വയേഴ്സ് ജനാധിപത്യത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ഒരു പൊതുവിടമില്ലാതെ ജനാധിപത്യമില്ല എന്നതാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ എങ്ങനെയാണ് ഈ പൊതുവിടങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ രൂപപ്പെടുത്തുന്നതെന്നൊന്ന് പറയാൻ പറ്റും? പൊതുവിടം ജനാധിപത്യത്തെ രൂപപ്പെടുത്തും എന്ന നിലയിൽ മാത്രമേ കാണാൻ പറ്റില്ല. പൊതുവിടം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും, ജനാധിപത്യം പൊതു ഇടങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യും. അതിനൊരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ബന്ധം അതിൻ്റെ ഒരു വളർച്ചയിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു ചോദ്യം തന്നെ അതിൻ്റെ ഒരു ക്യാപ്ഷനായിട്ട് നിങ്ങൾ കൊടുത്തത് പൊതു ഇടങ്ങളില്ലാത്ത സമൂഹം എന്തിനു കൊള്ളാം എന്നാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ഒന്നിനും കൊള്ളില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു സമൂഹം. കാരണം അതിലൊരുപാട് അനാരോഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരും. നമ്മളൊരു ഇപ്പോൾ ഭരണാധികാരികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും എല്ലാവരും നമ്മുടെ സമൂഹത്തെ മുമ്പോട്ട് നയിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പോൾ സമൂഹത്തെ മുമ്പോട്ട് നയിക്കുക അല്ലെങ്കിൽ സമൂഹത്തെ വികസനത്തിലേക്ക് നയിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ളൊരു പൊതുധാരണ കുറേ റോഡുകൾ ഉണ്ടാക്കുകയും ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കുകയൊക്കെയാണ് വികസനം എന്ന നിലയിൽ ചിന്തിച്ചു വരുന്നൊരു രീതി സമീപകാലം വരെ ശക്തമായിരുന്നു. ഇപ്പോൾ അത് അല്പം മാറുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും കെട്ടിടം ഉണ്ടാക്കുക എന്നതാണ് പിന്നെ വികസനമായിട്ട് കാണുന്നത്. അത് കെട്ടിടം ആവശ്യമാണെങ്കിൽ അതുണ്ടാക്കണം, പക്ഷെ അതെങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് നമ്മളതാണ്. ഇപ്പോൾ ഇതൊരു പൊതു ഇടമാണ്. ഏറ്റവും ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പൊതു ഇടങ്ങൾ 2 3 എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഏരിയ. പക്ഷേ ഇത് രാജഭരണകാലത്തുണ്ടായതാണ്. രാജഭരണത്തെക്കാൾ ഒരു സംശയമില്ല എത്രയോ പരിഷ്കൃതമാണ്, ആധുനികമാണ്, സംസ്കാര സമ്പന്നമാണ് ജനാധിപത്യ വ്യവസ്ഥ. അതിലൊരു സംശയമില്ല. രാജഭരണമാണ് കേമത്തരം എന്ന് ധരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും ആ രാജഭക്തിയായിട്ടൊക്കെ നടക്കുന്ന വളരെ സഹതാപം അർഹിക്കുന്ന മനസ്സുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറച്ച് പേരെങ്കിലും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ മികച്ചതാണ് ജനാധിപത്യ വ്യവസ്ഥ, അതിൽ സംശയമില്ല. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ദൗർബല്യങ്ങൾ ആ വ്യവസ്ഥയിലുണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ,
ഈ ഒരു മനുഷ്യ ജീവിതത്തെ അതിൻ്റെ വികാസത്തെ സമഗ്രതയിൽ കണ്ടുകൊണ്ട് ആസൂത്രണങ്ങൾ നടക്കുന്നില്ല. അതിൽ കുറേ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആവശ്യങ്ങൾ കൂടുകയും വിഭവങ്ങൾ കുറയുകയും ചെയ്യുമ്പോൾ അപ്പോൾ ഉള്ള അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അടുപ്പ് കൂട്ടുന്നത് പോലെയുള്ള വികൃതമായിട്ടുള്ള നിർമ്മിതികളാണ് കാണുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വെറുതെ ഒന്ന് നോക്കി, പഴയ കാലത്തുള്ള ഗംഭീരമായിട്ടുള്ള നിർമ്മിതികളും കെട്ടിടങ്ങളും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഈ പൊതു ഇടങ്ങളുമായിട്ട് ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങളും ഈ ആധുനിക കാലത്ത് വന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വികൃത നിർമ്മിതികളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ പൊതു ഇടങ്ങൾ ഇല്ലാതായത്? പൊതു ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒരു പ്രശ്നം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. എന്താ, ഇപ്പോൾ പാർക്കുകൾ മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റുകൾ, അത്തരം സ്പേസുകൾ മാത്രം, എല്ലാം കളിക്കളങ്ങൾ പൊതു ഇടങ്ങളാണ്. അതേപോലെ നമ്മുടെ വായനശാലകൾ, വിദ്യാലയങ്ങൾ പൊതു ഇടങ്ങളായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ ഇടപഴകുന്ന എല്ലാം, റോഡുകൾ, സ്ട്രീറ്റുകൾ, പിന്നെ ഫുട്പാത്തുകൾ, ഇതൊക്കെ പൊതു ഇടങ്ങളുടെ കാറ്റഗറി വരുന്ന, മനുഷ്യൻ സാമൂഹ്യമായി ഇടപഴകുന്ന, നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യമായ ഇടപാടാണ്. പക്ഷേ പുറത്തേക്കിറങ്ങി നാം ഒന്നിച്ച് ഇടപഴകുന്നതെല്ലാം, മാർക്കറ്റുകൾ ഒക്കെ പൊതു ഇടങ്ങളാണ്. ശ്മശാനം പൊതു ഇടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇത് ഞാനീ പറഞ്ഞൊരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് പലതും ഇല്ലാതായി. ഇപ്പോൾ എൻ്റെ ജില്ലയിലാണ് PT ഉഷ ഓടി വളർന്ന പയ്യോളി സ്കൂൾ ഗ്രൗണ്ട് ഒരു അമ്പല കമ്മിറ്റിക്കാർ കയ്യേറി, അത് നെടുക പടർന്നു. അതിപ്പോഴില്ല. ഇനിയൊരു PT ഉഷ അവിടെ നിന്ന് ഉയർന്നു വരില്ല ആ മികച്ച ഗ്രൗണ്ടിൽ നിന്ന്. പണ്ട് സന്തോഷ് ട്രോഫിയോ ഫെഡറേഷൻ കപ്പൊക്കെ നടന്നു ചാലക്കുടിയിലുള്ള വലിയ ഫുട്ബോൾ മൈതാനം, വലിയ ടൂർണമെൻറ്റ് നടക്കുന്നത്. ദേശീയപാതയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ വല്ല ആരാധനാലയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൊടുക്കുമെങ്കിലും അത് നെടുക പടർന്നുകൊണ്ടാണ് റോഡ് വികസനം കൊണ്ടുവന്നത്. റോഡ് ആ കളിക്കളങ്ങൾ സംരക്ഷിക്കണ്ടേ? എനിക്കറിയാവുന്ന ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിലെ പ്രധാനപ്പെട്ട, അവിടുത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ, മഹോത്സവങ്ങളൊക്കെ നടക്കുന്ന, വലിയ ടൂർണമെൻറ്റുകൾ നടക്കുന്ന ഒരു മൈതാനം ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റി. ഞാൻ പറഞ്ഞിട്ട് ആരെയും വിഷമിപ്പിക്കണം എന്നുള്ള പേര് പറയാത്ത, അത് മാറ്റി. നമ്മുടെ സ്കൂളുകളിലുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും പ്രദേശത്തുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന സ്പേസുകൾ ഉണ്ടായിരുന്നു, അവിടുത്തെ ഗ്രൗണ്ടുകൾ. പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് ഡീലിംഗ് ചെയ്ത് സ്കൂളിലേക്ക് വന്നപ്പോൾ +2 കെട്ടിടങ്ങൾ കെട്ടാനെന്ന പേരിൽ ഒരു കാഴ്ചപ്പാടുമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതർ, അവിടുത്തെ അക്കാലത്തെ പ്രധാന അധ്യാപകർ, അവരാരായാലും ക്രിമിനൽ കുറ്റം ചെയ്തവരാണ്. അവർ ഈ സ്കൂൾ മുഴുവൻ നശിപ്പിച്ച് അവിടെ പോട്ട കെട്ടിടങ്ങൾ കെട്ടി. ഇപ്പോൾ സ്കൂളുകളിൽ, പിന്നെ പൊതു സ്ഥലങ്ങളിൽ കളിക്കാൻ കുട്ടികൾക്ക് സ്ഥലമില്ല. ചില പ്രൈമറി സ്കൂളുകളിൽ ഇപ്പോഴും കാണാം സർക്കാർ ഓഫീസുകൾ നടക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊക്കെ മുമ്പ് സ്കൂളൊക്കെ അടച്ചുപൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് തുടങ്ങിയിട്ടതാണെങ്കിലും ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവിടെ കാർ ഷെഡ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലത്ത് കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ പബ്ലിക് സ്പേസുകൾ, ഓപ്പൺ സ്പേസ്, കളിക്കളങ്ങൾ, ഇതെല്ലാം തന്നെ തുടർച്ചയായി നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആലോചനയില്ലാതെ, അതായത് നമ്മുടെ വികസനം എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ കൃഷിയും വ്യവസായവും അടിസ്ഥാന സൗകര്യ വികസനം, റോഡും പാലവും കെട്ടിടങ്ങളും ആശുപത്രിയും സ്കൂളും എല്ലാം ചേരുന്നതാണ്. പക്ഷെ മനുഷ്യ ജീവിതത്തെ സമഗ്രതയിൽ കാണണം. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വളരെ ശാന്തവും സ്വച്ഛന്തവുമായിട്ടുള്ളൊരു ജീവിത പ്രവാഹം ഉറപ്പുവരുത്താൻ ഉതകും വിധത്തിലുള്ള ആസൂത്രണവും അതുപോലെ നിർമ്മാണവും നിർവഹണവും ഒക്കെയാണ് ഉണ്ടാവേണ്ടത്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം കൂടിയാലോചന പോലുമില്ലാതെ ഒന്നുണ്ടാക്കുന്നു മറ്റോ തകർക്കുന്നു എന്ന രീതി വല്ലാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഗവൺമെൻറ് ചെയ്യേണ്ടല്ല. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ, സിസ്റ്റത്തിൽ ചെയ്യുമ്പോഴാണ് സമൂഹത്തിലും അത്തരം പ്രചോദനങ്ങൾ ജനപദങ്ങളിൽ ഉണ്ടാവുക, റെസിഡൻസ് അസോസിയേഷനുകൾക്കുണ്ടാവുക, സാംസ്കാരിക സംഘടനകൾക്ക് പ്രചോദനം ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് പൊതു ഇടങ്ങളില്ലാതാവുന്ന സാഹചര്യം വല്ലാതെ വരും. അപ്പോൾ അതിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഈ മനോഭാവത്തിനും സമീപനത്തിനും എല്ലാ നിലയിലും ഉള്ള മാറ്റം ഉണ്ടാവണം. ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു വളരെ സന്തോഷകരവും സംതൃപ്തിയുള്ളതുമായിട്ടുള്ള ഒരു അവസ്ഥയെ മനസ്സിൽ കണ്ടിട്ട് ആസൂത്രണം നടക്കണം, അലോക്കേഷൻ നടക്കണം, പണം അനുവദിക്കണം. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ പലപ്പോഴും പൊതുവിടങ്ങൾ ഗവൺമെൻറ് വളരെ ഗംഭീരമായിട്ട് വിഭാവനം ചെയ്യുന്നുണ്ട്, നന്നായിട്ട്. പക്ഷെ അത് പ്രായോഗികമാക്കി നിർവഹിക്കുന്നതിന് വേണ്ടി
ആളുകളെ നിയോഗിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണ്? പൊതു ഇടം എന്ന് പറഞ്ഞാൽ ഇൻ്റർലോക്ക് വിരിക്കലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ നമുക്കുണ്ട്. ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രകൃതി വിരുദ്ധമാണ്. ഇവിടെ ഇപ്പോൾ ഇൻ്റർലോക്ക് വിരിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ല ഈ സമയത്ത്. കാരണം ഉച്ചയ്ക്കുള്ള ചൂട് കൊണ്ട് ഇപ്പോഴും ചുട്ടുപൊള്ളും. പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഈ മരവും മരത്തണലും ഇവിടുത്തെ വളരെ നൈസർഗികമായിട്ടുള്ള പ്രകൃതിയൊക്കെ പരിപാലിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ തോന്നുന്നത്. അപ്പോൾ പബ്ലിക് സ്പേസുകളെ വികസിപ്പിക്കുന്ന സമയത്തും അതിൻ്റെ രൂപകൽപ്പനയിലും എല്ലാ തരത്തിലും ഇപ്പോഴുള്ള ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട്. ഇവിടെ ഈ ഡിസ്കഷനിൽ ശ്രീ മനോജ് കിനി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന് വേണ്ടി ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു ഗവൺമെൻറ് നമ്മുടെ സമൂഹത്തിനൊരു ഡിസൈൻ പോളിസി വേണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഒരു പോളിസി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സമീപനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളിസി പ്രഖ്യാപിച്ചില്ല, പോളിസി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പ്രധാന ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിനുള്ള ഒരുപാട് വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരുപാട് ചർച്ചകളും സംവാദങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് അതിവേഗം വരേണ്ട ഒരു കാര്യമാണ്. ഇനി എത്ര ദിവസം അത് കാലതാമസം വരുമോ അത്രയും ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളിപ്പോൾ ഒന്നിച്ച് കണ്ടൊരു സംഭവമുണ്ട്. രാജാവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു മാർബിളിൽ തീർത്ത സിംഹമുണ്ട് ഇവിടെ, 3-4 ആ സിംഹത്തിൻ്റെ നിറം ആരോ ഓരോരുത്തരുടെ മനസ്സിലുള്ള സങ്കല്പം വെച്ചിട്ട് ബ്രൗൺ കളറാണെന്നുള്ളതുകൊണ്ട് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. കാലാതിവർത്തിയായിട്ടുള്ള ശില്പമാണത്. അത് മാർബിളിലാണ്. മാർബിളാണോ ഗ്രാനൈറ്റ് എന്തായാലും കല്ലിലാണ്. അതിൻ്റെ മുകളിൽ അത് 4-5 എത്രയോ കൊണ്ടുവന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയിരിക്കും. അപ്പോൾ അത് പെയിൻ്റ് അടിച്ചിരിക്കുന്നു. ഇതിനകത്ത് പെയിൻ്റ് അടിക്കണമെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥ സംവിധാനത്തിനല്ലാതെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഡിസൈൻ പോളിസി വളരെ വരികയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഡിസൈൻ പോളിസിക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തില്ലെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു കാര്യം, ഇപ്പം പബ്ലിക് സ്പേസ് ആണെങ്കിലും പൊതുസ്ഥാപനങ്ങളാണെങ്കിലും ഏതൊന്നും നമ്മൾ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം ആ സ്ഥാപനം, ആ പബ്ലിക് സ്പേസ് അല്ലെങ്കിൽ ആ പൊതു സ്ഥാപനം അത് നിർവഹിക്കേണ്ടുന്ന ധർമ്മം എന്താണ്, അവിടുന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്, ജനങ്ങൾക്ക് എന്താണ് നൽകേണ്ടത് എന്ന് ചിന്തിച്ചിട്ടാണ്. ഒരു സ്കൂൾ ഒരു പൊതുവിടം കൂടിയാണ്. നമ്മൾ ഒരു ചിന്തിക്കാണ്ട് വികസനം ചിന്തിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ PWDയിലൊക്കെ സ്ഥിരമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. കുറച്ച് ക്ലാസ് മുറികൾ, അത് നീളവും വീതിയും കൂട്ടിങ്ങിട്ട് തരും. അതിൻ്റെ തെക്കും വടക്കും കാറ്റിൻ്റെ വരവോ വെളിച്ചത്തിൻ്റെ വരവോ ഒന്നും നോക്കാതെ ആയിരിക്കും അത് ചെയ്യുക. അതിന് പകരം സ്കൂളിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണമല്ല, അതൊരു അന്തരീക്ഷ സൃഷ്ടിയാണ്. കുട്ടികൾക്ക് പഠിക്കാനും പരീക്ഷണം നടത്താനും പ്രചോദനം ഉണ്ടാക്കുന്ന അന്തരീക്ഷം, അവരുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവനയെ തൊട്ടുണർത്തുന്ന, അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷ സൃഷ്ടിയാണ് ഒരു സ്കൂളിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ കെട്ടിടം ഉണ്ടാക്കുകയല്ല വേണ്ടി വരും, അവിടുത്തെ പല കെട്ടിടങ്ങളും പൊളിക്കുകയാണ് വേണ്ടി വരിക. അങ്ങനെ അതെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ നിലയിലുള്ളൊരു സമീപനം ഇതിനകത്ത് പൊതുവായിട്ട് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഏതായാലും പൊതുയിടമാണെങ്കിലും എല്ലാം അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ എന്ന നിലയിൽ അതിനെ കാണേണ്ടതുണ്ട്. അത് സമൂഹത്തിന് കൊടുക്കേണ്ട ധർമ്മം എന്താണ് എന്ന് കണ്ടുകൊണ്ട് ആസൂത്രണം ചെയ്തു പോകണം. അതിൻ്റെ അഭാവം നമുക്കിവിടെ ഉണ്ട് എന്നതാണ്. അടുത്ത ചോദ്യം ശ്രീ മനോജ് കനിയോട് തന്നെ ചോദിക്കാം. ഈ നഗരവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റിയിട്ട്, ഒരു ദാർശനിക ബന്ധത്തെ പറ്റിയിട്ട് OV വിജയൻ എഴുതിയൊരു സംഗതി വായിച്ചപ്പോൾ അതിനകത്ത് ഈ ലേ കൊർബോസിയയുടെ ഒരു യുട്ടോപ്യൻ നഗരസങ്കല്പത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇപ്പം ശ്രീ പ്രദീപ് കുമാർ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു തോന്നലാണ് വരുന്നത്. അതായത് ഒട്ടും ജൈവികമല്ലാത്ത ഒരു കൃത്രിമമായ ഒരു നിർമ്മിതികളെ കൊണ്ടുവന്ന് വയ്ക്കുന്ന പോലത്തെ ഒരു നഗരസങ്കല്പം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നിർമ്മിതികൾ അത് അനുയോജ്യമല്ലാത്ത, ഇപ്പോൾ പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു ഇത് വരുന്നു. ഇപ്പോൾ നമ്മുടെ പൊതുവിടം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു നിശാഗന്ധിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ടൗൺ ഹാളോ അങ്ങനെയൊക്കെ കരുതുന്ന കുറേ പേരെങ്കിലും ഉണ്ട്. അപ്പം അതൊന്നും അല്ലാത്തൊരു പൊതുവിടം നമുക്കുണ്ട്. ഇപ്പോൾ റോഡുകളുണ്ട്, നമ്മൾ പറയുന്ന പോലെ ഈ കുളിക്കടവുകളുണ്ടായിരുന്നു, ആറ്റുകടവുകൾ അല്ലെങ്കിൽ നദിയോരങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു പൊതുവിടമായിരുന്നു. അപ്പോൾ അതെല്ലാം വളരെ ഓർഗാനിക്കായിട്ടുണ്ടായ വളരെ സ്വാഭാവികമായി ഉണ്ടായ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിച്ചതിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പൊതുവിടം. അപ്പോൾ അങ്ങനെ ഒരു പൊതുവിടം, പിന്നെ ഈ ഒരു ജീവിതോന്മുഖമായി ഈ പറഞ്ഞ പോലത്തെ ഒരു പൊതുവിടം, അതേ പറ്റിയിട്ട് അതിനെ ഈ പറഞ്ഞ പോലെ ഡിസൈൻ പോളിസിയായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഗതിയെ പറ്റിയിട്ടുള്ള ശ്രീ മനോജ് കിനിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെ ഒരു പൊതുവിടം, ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പൊതുവിടം അല്ലേ ശരിക്കും നമുക്ക് ഉണ്ടായി വരേണ്ടത്? ശരിക്കും ഈ ക്യൂറേറ്റർ
എന്നെ വിളിച്ച് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ബഹുസ്വരത. അപ്പോൾ ബഹുസ്വരത എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്രാവശ്യത്തെ തീമെന്ന് പറയുകയും അതിനുശേഷം പൊതു ഇടമാണ് എൻ്റെ ടോപ്പിക് എന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് അത് കണക്ട് ചെയ്യുമായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ കുട്ടി 2017 എൻ്റെ ഇളയ മകൻ, അവനെ ഞാൻ കോവിഡ് പ്രമാണിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടാതെ വീട്ടിനകത്തിങ്ങനെ പുറത്ത് വിടാൻ പറ്റില്ലല്ലോ. അപ്പം അവനെ തടഞ്ഞു നിർത്തും ഞാൻ പലപ്പോഴും, വൈകുന്നേരം പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞിട്ട്. അവൻ കുറേ ദിവസം സഹിച്ചിട്ട് അവസാനം ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു വഴക്ക് പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ. അവൻ പറഞ്ഞു, ഞാനൊരു സാമൂഹ്യ ജീവിയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഞാനൊരു സാമൂഹ്യ ജീവിയാണ്, എനിക്ക് പുറത്തിറങ്ങി 4 പേരെയൊക്കെ കണ്ടാലേ എനിക്കൊരു സന്തോഷം വരുള്ളൂ, എന്നെ ഇങ്ങനെ വീട്ടിൽ അടച്ചിടരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് വെച്ചു. ശരിക്കും എനിക്ക് തിരിച്ച് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴേ ഗേറ്റ് തുറന്ന്, നീ പോയി കളിച്ചോ, നീ സൈക്കിളും എടുത്ത് പോയിട്ട് ആൾക്കാരെ കണ്ടോളൂ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അത്രയ്ക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു ഇഷ്യൂ ആണ് അവൻ എൻ്റെ മുമ്പിൽ അന്ന് എടുത്തിട്ടത്. അപ്പോൾ ഞാൻ കുട്ടിയുടെ കാര്യം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇന്നിപ്പം ഈ ബഹുസ്വരത എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയും ഞാൻ ആ പത്രം എടുത്ത് വെച്ചത് അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേന്ദ്രത്തിനെതിരെ പൊരുതുക എന്ന് പറഞ്ഞിട്ട് ജന്തർ മന്ദറിൽ നടത്തിയ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു സമര പരിപാടിയുടെ ഉദ്ഘാടനത്തിൻ്റെ പടം കൂടെ ഇവിടെയുണ്ട്. ശരിക്കും ജന്തർ മന്ദർ എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പേസാണ്, പൊതുയിടമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ബഹുസ്വരതയുടെ ആവശ്യമാണ് ശരിക്കും നമ്മുടെ CM പോയി ഉന്നയിച്ചത്. കരിച്ചാൽ ഇന്ന് ഏകസ്വരത എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടൊരു കോൺസെപ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെ ഞാൻ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കി, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ, ഞാൻ ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ഫെസ്റ്റിവലാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത്, അതായത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി നടക്കുന്ന ഈ പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയുടെ 50% പോപ്പുലേഷൻ 25 വയസ്സിൽ താഴെയാണ്. 65% പോപ്പുലേഷൻ 35 വയസ്സിൽ താഴെയാണ്. 35 വയസ്സിൽ താഴെയുള്ള എത്ര പേര് ഇവിടെ കാണുമെന്ന് ഞാനിങ്ങനെ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എണ്ണിയെടുക്കാം, എല്ലാവരും 35 മുകളിലുള്ളവരാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു ബഹുസ്വരതയെക്കുറിച്ചുള്ളൊരു വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. നിങ്ങൾ എക്സെപ്ഷനാണ്. ഞാൻ പൊതുവേ പറഞ്ഞതാണ്, ഇവിടെ നിരീക്ഷിച്ച കാര്യം പറയുകയാണ്. അപ്പോൾ ഇതിന് വലിയൊരു ചൂണ്ടുപലകയാണിത്. കാര്യം വെച്ചാൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെവിടെയോ മാറ്റം വന്നു കഴിഞ്ഞു. അതായത് ബഹുസ്വരത വേണ്ടുന്നത് ശരിക്കും സമൂഹത്തിലാണ്. അത് വരണമെങ്കിൽ പൊതുയിടങ്ങൾ വേണമെന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഏവർക്കും അറിയാം. എത്രമാത്രം പ്രസക്തമാണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതാണിത്. ഈ പറയുന്ന പൊതുയിടങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ അന്തസ്സത്തെയായിരുന്നു. നമ്മുടെ ഉത്സവപ്പറമ്പുകൾ എന്തായിരുന്നു? നമ്മുടെ ഉത്സവപ്പറമ്പുകൾ എന്ന് പറയുന്നത് സോഷ്യൽ ഗ്യാതറിങ്ങിനുള്ള സ്പേസസ് ആയിരുന്നു. അതിന് റിലീജിയസ് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ കൊച്ചിലെ വെച്ച് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രമെന്ന് പറയുന്നത് അവിടെ ജാതി മതമൊന്നുമില്ല. അവിടെ എല്ലാ വിഭാഗം ആൾക്കാരും വരും, പള്ളിപ്പെരുന്നാളിനും വരും. ഈ പറയുന്ന പള്ളിപ്പെരുന്നാളായാലും ശരി, അമ്പലത്തിലെ ഉത്സവമായാലും ശരി, അവിടെയൊക്കെ ഈ പറയുന്ന എല്ലാ ആൾക്കാരും വന്ന് ഒത്തുചേർന്ന് അവിടെ രാത്രി കിടന്നുറങ്ങുക. കഴിച്ചാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, ഫാൻ വേണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫെബ്രുവരി തൊട്ടാണ് ഉത്സവകാലം തുടങ്ങുന്നത്. ഫെബ്രുവരി തൊട്ട് ഉത്സവകാലം കൊടുക്കുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങൾ ഉണങ്ങിക്കിടക്കുന്ന സമയമാണ്. ഈ പറയുന്ന പന്തലൊക്കെ കെട്ടി രാത്രി കഥകളിക്ക് തണുപ്പത്ത് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊതുയിടങ്ങൾ കേരളത്തിൽ ഉണ്ടായതിൻ്റെ ആ ഒരു ഈ പറയുന്ന എവല്യൂഷനാണ്. ശരിക്കും നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ കുളക്കടവുകളായാലും ശരി, അമ്പലക്കടവുകളായാലും ശരി, അമ്പലക്കുളം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ പൊതുയിടങ്ങളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ മാറി ഒരു 80കൾ അടുപ്പിച്ച് ഈ TV എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം വന്നപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പ്രശ്നം സംഭവിച്ചത്. ഈ TV നമ്മളെ വീട്ടിനകത്ത് പിടിച്ചിരുത്താൻ തുടങ്ങി. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു, അവൻ സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവന് പുറത്തിറങ്ങണം. ഈ അകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തിറങ്ങണ്ട. അപ്പോൾ ഇന്ന് കുത്താനുള്ള സാധനം കയ്യിലുള്ളതുണ്ട്. ഇവിടെ 35 വയസ്സിന് താഴെയുള്ളവരാരും ഇല്ല, ഇവരെല്ലാം കുത്തിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊതുയിടങ്ങളുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിവരെല്ലാം ഈ ഉള്ളിലോട്ട് ആകർഷിച്ച് ഇതിൻ്റെ അകത്തോട്ടാക്കി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ടെലിവിഷൻ ചെയ്തത് ഇത് തന്നെയാണ്. നമ്മളിപ്പം ഉത്സവം ആഘോഷിക്കേണ്ട സമയമാണല്ലോ, ഓണവും ക്രിസ്മസും ഒക്കെ. 24 hours പ്രോഗ്രാമാണ് TV ക്കകത്ത്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല.
അപ്പോൾ ബഹുസ്വരത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങി 10 പേരെടുത്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് സഹൃദത്വത്തിലൂടെ വരുമ്പോഴാണ് അവിടെ ഈ പറയുന്ന ഡെമോക്രസി വരുന്നതും ഈ പറയുന്ന ബാക്കിയുള്ളവരെ ഉൾക്കൊള്ളണമെന്നുള്ള ബോധം വരുന്നതും. അപ്പോൾ അതിന്ന് സമൂഹം ഈ മൊത്തത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിസൈനിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രൂപകൽപ്പന, ഈ പറയുന്ന രൂപകൽപ്പനയ്ക്ക് ശരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം സീരിയസ് ആയിട്ടൊരു പങ്കുണ്ട്. അത് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല. ഞാനൊരു കൊച്ചൊരു ഉദാഹരണം പറയാം. കുറച്ച് നാൾ മുമ്പാണ് എൻ്റെ അടുത്ത് എനിക്കറിയാവുന്നൊരു ഫാമിലി ഒരു വീട് റീഡിസൈൻ ചെയ്യാൻ വന്നു. അവരുടെ ഇലക്ട്രിസിറ്റി, ആ വീട് റീഡിസൈൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് മാസം 8,000 രൂപ അന്ന് ആയിരുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇവർക്ക് വീട്ടിനകത്ത് എല്ലാവർക്കും ഓരോ മുറിയുണ്ട്. ആ മുറിയിൽ ഫുൾ ടൈം വെട്ടവും വെളിച്ചവും കടന്നു വരത്തില്ല. അവർക്കെല്ലാം ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഓരോ മുറിക്കകത്ത് പോകും. പക്ഷെ ആ വീടിന് പൊതുവായിട്ടൊരു ഇടമില്ല. ശരിക്കും ഒരു കോമൺ സ്പേസ് ആ വീടിന് ഉണ്ടായിരുന്നില്ല. ആ കോമൺ സ്പേസ് ഓപ്പൺ ചെയ്തിട്ട് ആ സ്പേസിനെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് അവിടെ ഇരുന്ന് തുടങ്ങി. ആ സ്പേസ് ആ വീടിൻ്റെ ഒരു ഹാർട്ടായിട്ട് മാറി. അങ്ങനെ വന്നപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ഈ മുറികളിലോട്ട് ഒതുങ്ങിയ കുടുംബം ഒന്നായി. അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലമാണ് ഉണ്ടായത്. അപ്പം ഒരു ഫാമിലിയിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ എത്രമാത്രം സംഭവിക്കാം. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. എന്താണ് രൂപകൽപ്പനയുടെ പ്രാധാന്യം? നമ്മുടെ ഈ പറയുന്ന രൂപകൽപ്പന പലപ്പോഴും ഇത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെങ്ങും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ രൂപകൽപ്പനയുടെ ബാലപാഠങ്ങൾ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ സ്കൂൾ തലത്തിൽ തുടങ്ങണം. 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് സ്പേസ് ഡിസൈൻ ചെയ്യുന്നത്. സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ബിൽഡിംഗ് അല്ല, പബ്ലിക് സ്പേസസ്. തിരുവനന്തപുരത്ത് എത്ര പബ്ലിക് സ്പേസ് നമുക്കുണ്ട്? നമുക്കാകെ ഈ കനകക്കുന്നും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശംഖുമുഖം കടപ്പുറത്ത് എന്താണ് സംഭവിച്ചത്? ശംഖുമുഖം കടപ്പുറം ഇല്ലാതായില്ലേ? നമുക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ തിരുവനന്തപുരത്തുകാർക്ക് ഇത് കണ്ടിട്ട്? ഉണ്ടല്ലേ? അപ്പം എന്നിട്ട് ആരും പ്രതികരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൊതുയിടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട ചുമതല നെയ്ബർഹുഡ് ലെവലിൽ തൊട്ട് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ തൊട്ട് തുടങ്ങാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം. അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം എഴുതണം. അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കണം. ഇതൊരു സമൂഹത്തെ ബാധിക്കുന്ന വിഷയമായിട്ട് ഉയർന്നു വരണം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടുന്നത്. അതിനോടൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. നമ്മൾ ഇപ്പോൾ റോഡുകൾ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. നമുക്ക് വാഹനങ്ങളുടെ ബാഹുല്യം കൊണ്ട് റോഡും നമ്മുടെ ഒരു പൊതുവിടമാണല്ലോ. അപ്പോൾ ഈ റോഡുകൾ വികസിപ്പിച്ച് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വേറൊരു സംഗതിയുണ്ട്, നടപ്പാതകൾ. അപ്പോൾ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഒരു വികസനത്തിൽ ഈ ഒരു നടപ്പാത അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റെസിഡൻഷ്യൽ അസോസിയേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു 3.5 അടി വീതിയുടെ കാര്യമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അത്തരം ഒരു കൺസെപ്റ്റിനെ പറ്റി കൂടെ ഒന്ന് പറയാമോ? ഈ ഒരു നമുക്കൊരു സ്പേസ്, നമ്മുടെ ഒരു ചെറിയ സ്പേസിൽ നമുക്കിതൊക്കെ എങ്ങനെയാണ് സാധ്യമാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത്. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഈ പറയുന്ന ഈ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. എന്തുകൊണ്ട് ഈ ലാക്ക് ഓഫ് പബ്ലിക് സ്പേസ് പൊതുജനം ഉയർത്തുന്നില്ല? എന്തുകൊണ്ട്? ഞാൻ പ്രതികരണങ്ങൾ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. ഈ പറയുന്ന നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന എത്ര ഫുട്പാത്തുകളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ മറിഞ്ഞ് വീഴുന്നത്. അതായത് സ്ലാബ് ഇളകി കിടക്കുന്ന ഫുട്പാത്തുകൾ, ഈ പറയുന്ന സ്ലാബ് മുറിഞ്ഞ് കമ്പി ഇങ്ങനെ എത്രയോ ആക്സിഡൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പത്രത്തിൽ വായിച്ചു, ഈയിടെയും കോഴിക്കോട് ഒരു കുട്ടി മുകളിൽ നിന്ന് ഏകദേശം 1.5 അടി താഴോട്ട് കാല് ചെറുക്കി വീണു എന്ന് പറഞ്ഞൊരു ന്യൂസ് കണ്ടു. ഇത് സ്ഥിരം പത്രത്തിൽ കാണുന്ന ന്യൂസാണ്. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഈ റോഡിൻ്റെ തൊട്ട് ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ട് ഫുട്പാത്തിൻ്റെ നടുക്ക് പോസ്റ്റിൽ നിന്നാൽ ആർക്കും പ്രശ്നമില്ലല്ലോ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു why this is happening in the society? I don't know. I seriously don't know. I think we have to have some sort of serious എന്താ പറയുക, ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. ഇതിനെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ പ്രതികരിച്ച് കൊണ്ടുവരണം ഇതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി. അതാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ. അതിന് ഉത്തരമില്ല. കാര്യം പെഡസ്ട്രിയൻ മൂവ്മെൻ്റ് ആണ് ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ പെഡസ്ട്രിയൻ മൂവ്മെൻറ്റിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കൈവീശി നടക്കണമെങ്കിൽ ഒരു 2 മീറ്ററെങ്കിലും പെഡസ്ട്രിയൻ പാത്ത് വേണം. ഇവിടെ എവിടെയാണ് 2 മീറ്റർ പെഡസ്ട്രിയൻ പാത്ത് ഉള്ളത്? സിറ്റിയിൽ. സൈക്കിൾ ട്രാക്ക് എവിടെയാണുള്ളത്? അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസാണ്.
എനിക്ക് തോന്നുന്നത് ഇത് അവയർനെസ്സിൽ കൂടെ മാത്രമേ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈവൻ നമ്മുടെ നെയ്ബർഹുഡ് ഡിവൈഡ്, ഇപ്പം നമ്മൾ വലിയ പറമ്പുകൾ ഡിവൈഡ് ചെയ്ത് പുതിയ വീടുകൾ ഉണ്ടാകുന്നത് ഞാൻ കാണാറുണ്ട്. ഇപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ 3.5 മീറ്റർ റോഡ് മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. 2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീട് തിരിക്കുമ്പോൾ 3.5 മീറ്റർ വഴി മതി, അതിലും വലിയ വഴി വേണ്ട. ഈ ലാൻഡ് പൂളിംഗ് ആൻഡ് റീഅഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാനിങ് ടെക്നിക്കുണ്ട്. അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു റീപ്ലാൻ ചെയ്യണമെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഒരു വാർഡിൽ 100ഓളം പേര് താമസിക്കുന്നുണ്ടെങ്കിൽ ആ 100ഓളം പേരുടെ സമ്മതത്തോടു കൂടി ആ പ്ലോട്ടുകൾ ഏറ്റെടുത്ത് അതിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും സൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്. അത് ഇന്ത്യയിൽ പലയിടത്തും സക്സസ്ഫുള്ളായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നടപ്പാവില്ല, കേരളത്തിൽ സമ്മതിക്കില്ല. ഈ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. ശരിക്കും ഈ പറയുന്ന ലാൻഡ് പൂളിംഗ് ആൻഡ് റീഅഡ്ജസ്റ്റ്മെൻറ്റ് കേരളത്തെ സംബന്ധിച്ച് വളരെ എസെൻഷ്യൽ ആണെന്നാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു ലാൻഡ് പൂളിംഗ് ആൻഡ് റീഅഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ തന്നെ നമ്മുടെ പല ഏരിയാസും രക്ഷപ്പെടും. പല സ്ഥലത്തും നമുക്ക് ആവശ്യമുള്ള വളരെ ഭംഗിയുള്ള ഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും അനുഗ്രഹിച്ച് കിട്ടിയ ഭൂമിയാണ്. പക്ഷേ ആ ഭൂമിയുടെ സാധ്യതകൾ എല്ലാ രീതിയിലും നമുക്കത് ഒരുപക്ഷെ ഈ എല്ലാം കിട്ടിയത് കൊണ്ടുള്ള അഹങ്കാരമായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും അതിൻ്റെ വില നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി ഗ്രാസ് റൂട്ട് ലെവൽ. എൻ്റെ സിൻസിയറായിട്ടുള്ള ആഗ്രഹമാണ് വി ഷുഡ് ഡു സംതിങ് ദെയർ. നമ്മളിപ്പോൾ ഈ പൊതു സ്ഥലത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും കുറേ തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പൊതുവിടം എന്ന് പറയുന്ന സ്ഥലം എത്രത്തോളം സുരക്ഷിതമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ ഭീതിയുണ്ട് പൊതുവിടത്തെ പറ്റിയിട്ട്. അപ്പോൾ പിന്നെ ഒരു കുറേ സൗകര്യങ്ങളുടെ അഭാവമുണ്ട്, പബ്ലിക് ടോയ്ലറ്റ്സ് പോലുള്ള. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടപെടൽ, പൊതുവിടങ്ങളിലെ ഇടപെടൽ, ഇതൊക്കെ കുറയ്ക്കുന്നത് ഇത്തരം അഭാവങ്ങളും സുരക്ഷയില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. പൊതുവിടത്തിലേക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ വരാനായിട്ട് ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മുടെ ഫിസിക്കലി ചാലഞ്ച്ഡ് ആളുകളാണെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ നമ്മളിത് ഡിസൈൻ ചെയ്യും. പക്ഷേ ഞങ്ങളുടെ പല പ്രോജക്റ്റുകളും ഈ പറഞ്ഞ പോലത്തെ ഒരു ലിംഗനീതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ഒരു ചിന്ത അതിലുള്ളത് കൊണ്ട് ഉള്ളതെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ പൊതുവിടങ്ങളിൽ എങ്ങനെ നമുക്ക് ഈ ലിംഗനീതി അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാളുടെ നീതി അത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ശരിക്കും നമ്മൾ ഉറപ്പാക്കേണ്ടതല്ലേ? അപ്പോൾ ഇടങ്ങളിലെ നീതിയിലേക്ക് പോകുന്നതിന് മുന്നേ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട സ്ഥലം ഈ പൊതു ഇടങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സ്ഥലങ്ങളിലെ കോമ്പോസിഷനാണ്. അതായത് ആരൊക്കെയാണോ പ്ലാൻ ചെയ്യുന്നത് അവിടെ ആരൊക്കെ ഉണ്ട് എന്നനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന സ്ഥലത്തെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു കോർപ്പറേഷൻ്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടോയ്ലറ്റിൻ്റെ പാഡുകൾ നമുക്ക് ഇൻസിൻറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മീറ്റിങ്ങാണ്. അതിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് സ്ത്രീകളെ ആരെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു കോർപ്പറേഷൻ്റെ പ്രശ്നമല്ല, അത് നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്ത രീതിയുടെ പ്രശ്നമാണ്. അപ്പോൾ അത് സ്ത്രീകൾ ലിംഗനീതി എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കുറച്ചുകൂടെ ബ്രോഡാക്കി ഇൻക്ലൂസിവിറ്റി എന്ന് കാണുകയാണെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരാവുന്ന ഇടങ്ങൾ കുട്ടികൾക്ക് സേഫാണ്. അപ്പോഴും നമ്മൾ നോക്കാത്ത സാധനമാണ് ആക്സസിബിലിറ്റി. അപ്പം ഇതെല്ലാം നമ്മൾ നമ്പേഴ്സിലാണ് കാണുന്നത്. ഇപ്പോൾ നേരത്തെ സാറ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല എന്ന്. അതിനെ ഒന്ന് കൺസ്ട്രക്റ്റീവായി നോക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് മോശമാണ്, റോഡ് മോശമാണ്, ഇതെല്ലാം നമ്മൾ നേരിടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൽ ആകെ ഒരു സ്ഥലത്തെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. മോശമാണെന്ന് പറയുക, അവിടെ നമുക്ക് എത്താൻ സ്പേസ് ഉള്ളൂ. അത് എവിടെ പറയണം എന്നുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ട് മോശമാണെന്ന് ചിന്തിക്കാൻ ഉള്ള ഇൻഫർമേഷൻ പബ്ലിക്കിനുണ്ടോ? അതായത് ഒരു ബസ് സ്റ്റോപ്പ് വന്നു, ആ ബസ് സ്റ്റോപ്പ് ഇത്രയേ ഉള്ളൂ എന്ന് പറയാനുള്ളൊരു വിവരമുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിൽ നിന്നാണ് ഈ സത്യത്തിൽ ആ സുരക്ഷ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റ് ഉണ്ടായി അതിൽ വരുന്ന പ്രശ്നങ്ങൾ വരുന്നത്. ചാല മാർക്കറ്റിൽ ആക്ച്വലി അത് പ്രവർത്തിക്കുന്ന സമയത്ത്, അതിൻ്റെ വർക്കിംഗ് അവേഴ്സിൻ്റെ സമയത്ത് ആക്ച്വലി ഒരു സ്ത്രീ അതിൻ്റെ അറ്റ്ലീസ്റ്റ് മെയിൻ സ്ട്രീംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ത്രീ ആക്ച്വലി സുരക്ഷിതയാണ്. കാരണം ഒരാൾക്ക് പെട്ടെന്ന് വന്നൊന്നും ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അപ്പം ആ സുരക്ഷിതത്വം കൊടുക്കുന്നത് അത് പ്ലാൻ ചെയ്ത സമയത്ത് ഞങ്ങളതിനെ ഐസ് ഓൺ സ്ട്രീറ്റ് എന്ന് വിളിക്കും. അതായത് എല്ലാ കടകളിൽ നിന്നും അവിടെ വിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ആക്ച്വലി ആ റോഡിൽ നടക്കുന്ന എന്താണെന്ന് കാണാൻ പറ്റും.
അതേസമയം നമ്മുടെ ഇപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റ് നടക്കുന്ന കോറിഡോർ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൽഡിങ്ങിനെ എല്ലാം അകത്തേക്കാക്കി നമ്മൾ വലിയ മതിലുകളെല്ലാം കെട്ടി കാഴ്ചയ്ക്ക് നമുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ മറ്റേ ബ്യൂട്ടിഫൈഡ് എന്ന് തോന്നുന്ന സ്ട്രീറ്റുകൾ പലതും സുരക്ഷിതമല്ല. അപ്പോൾ ആ നോളജ് സിസ്റ്റത്തിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആണ്, ആപ്ലിക്കേഷൻ അത്രയും വരുന്നില്ല. അപ്പോൾ അഡ്വാൻസ് ഇപ്പം സേഫ്റ്റിക്ക് കൊടുക്കുന്ന ഡയറക്റ്റ് ഇക്വേഷൻ CCTV ആണ്. അപ്പോൾ ഈയിടെ ഒരു റിസർച്ച് നടന്നിരുന്നു മെഡിക്കൽ കോളേജ് ഏരിയയിൽ. CCTV വെച്ച പല സ്ഥലങ്ങളിലൂടെ നടക്കുന്ന സ്ത്രീകളോട് ഇൻ്റർവ്യൂ എടുത്തു. അവർക്ക് എന്താണ് ഫീലിംഗ്, കാരണം സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ പ്ലാനിങ് ഫീലിങ്ങിന് വേണ്ടി ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ പ്ലാനിങ് ബിഹേവിയറിന് വേണ്ടി ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ പ്ലാനിങ് കെട്ടിടങ്ങളിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ പണിയേണ്ട അതിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകളോട് ഇൻ്റർവ്യൂ ചെയ്ത് ചോദിക്കുമ്പം CCTVയും സേഫ്റ്റിയും തമ്മിൽ സത്യം പറഞ്ഞാൽ ആ ഫീലിങ്ങിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. അതേസമയം ഒരു നല്ല തിരക്കുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അതുണ്ടാവും. ആ രീതിയിൽ നമുക്ക് വിഭാവന ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് ഈ സർ പറഞ്ഞ രൂപകൽപ്പനയുടെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് പലതും ആക്ച്വലി കോസ്റ്റ് ഇൻറ്റൻസീവ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും. കാരണം CCTV വെക്കാൻ കാശാവുമായിരിക്കും, പക്ഷേ എല്ലാവർക്കും സേഫായിട്ടൊരു വഴി ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അതായത് അതിൽ എക്സ്ട്രാ കോസ്റ്റ് വരുന്നില്ല. എന്താണോ കറക്റ്റ് അതിൽ വേണ്ടത് അത് ചെയ്താൽ മതി. അപ്പം ആ ഗ്യാപ്പ് മേളിൽ ഇതിപ്പോൾ ആസൂത്രണം ചെയ്യുന്ന അവിടെയുള്ള ഗ്യാപ്പ് ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഇപ്പോൾ പൊതുജന പങ്കാളിത്തത്തിലേക്കാണ് ആ ഒരു ഇത് പോകുന്നത്, പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അത് എക്സിബിഷൻ നടത്തി ആണ് നമ്മൾ പൊതുവേ പൊതുജന പങ്കാളിത്തം പറയുന്നത്. പക്ഷേ ആ എക്സിബിഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മാസ്റ്റർ പ്ലാൻ എന്ന് മനസ്സിലാക്കാനുള്ള നോളജ് നമ്മുടെ പബ്ലിക്കിന് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ തിരിച്ച് നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ നമ്മൾ ട്രൈ ചെയ്തത്, സ്ലമ്മുകളിൽ പാർലമെൻറ്റ് ഉണ്ടാക്കി വീട് പണിയുന്നതിന് മുന്നേ. അപ്പോൾ ആ പാർലമെൻറ്റിൽ എല്ലാ ലോക്കൽ സെൽഫ് ബോഡിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെയൊക്കെയുള്ളൊരു മെയിൻ പ്രശ്നമുണ്ടല്ലോ, റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ വർക്ക് വരും, അപ്പോൾ അത് മുറിയും. ഇലക്ട്രിസിറ്റിയുടെ വർക്ക് വരും, അത് മുറിയും. സ്ലം പാർലമെൻറ്റിലും ഇതേ പ്രശ്നം, സ്ലമ്മുകളിലെല്ലാം ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലമ്മിൽ എല്ലാ മാസവും അവിടുത്തെ പൊതുജനവും ഈ ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്യുകയാണ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. അപ്പം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുക എങ്ങനെയാണ്, ടേബിൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ അതോറിറ്റി PWD ആയിട്ട് ചേരണം എന്ന് നമ്മൾ മേളിലാണ് തീരുമാനിക്കുന്നത്. താഴെ ചേരാൻ പറ്റുന്നില്ല. താഴെ അവരെ ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ 30 വർഷമായിട്ടുള്ള ഒരു ഫ്ലഡിങ്ങിൻ്റെ ഇഷ്യൂ അവിടെ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ പൊതുജനവും ആക്ച്വലി ആസൂത്രണം ചെയ്യുന്ന ആ വിഭാഗത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സുരക്ഷയായാലും മെയിൻ്റനൻസ് ആയാലും ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ വലിയ ബഡ്ജറ്റിൽ വലിയ നമ്പേഴ്സോ സീറോകളോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ അതാണ് ടെക്നോളജി. ഇപ്പം നമ്മൾ നയപരമായ ഗ്യാപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ പൊതുജന പങ്കാളിത്തത്തെയും ഈ പൊതുജന പങ്കാളിത്തത്തോടെ വളരെ വികസനോന്മുഖമായി പൊതുമണ്ഡലത്തിൽ ഇടപെട്ട ഒരു ആളാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്, ശ്രീ പ്രദീപ് കുമാർ. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ വികസന സങ്കല്പമായിട്ട് അതൊരു എന്താ പറയുക, പൊതുജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായി വികസിപ്പിക്കാം, അത് ഒരു പങ്കാളിത്ത പദ്ധതി പോലെയാണ് നടപ്പാക്കിയത് കോഴിക്കോട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഒരു നയം അല്ലെങ്കിൽ ഒരു പുതിയ പദ്ധതിയായിട്ട് ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു ഈ നയപരമായ പിന്തുണ കിട്ടിയത്? പിന്നെ ഈ പൊതുജനങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഈ ചെയ്ത പ്രോജക്റ്റുകളുടെ എല്ലാം? ഇപ്പം നമ്മുടെ ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട പ്രോജക്റ്റുകൾ കോഴിക്കോട് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന പൊതുവായ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടെ പറയാം. അത് ഈ പൊതു ഇടങ്ങൾ എന്നുള്ളത് സമൂഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിനിധികളാണ് നമ്മളെല്ലാവരും. അത് ജനപ്രതിനിധികളായാലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്, ഗവൺമെൻറ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം. ഇതെല്ലാവരും കൂടെ ചെയ്യേണ്ടത് തന്നെ. അതിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ നേരത്തെ ശ്രീ മനോജ് കിനി പറഞ്ഞ പോലെ ആളുകൾ ഇപ്പോൾ വീട്ടിലിരിക്കാനുള്ള ടെൻഡൻസി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയം, ടി വിയും മറ്റൊക്കെ ആയിട്ട്. ടി വിയൊക്കെ ഇപ്പം എടുത്തു തുടങ്ങി കേട്ടോ ആൾക്കാർക്ക്. പക്ഷേ എങ്കിൽ പോലും അതാണ് കൂടുതൽ. അവരെ നമ്മൾ
ഈ പൊതു ഇടങ്ങളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ, അവരെ ക്ഷണിക്കുന്ന നിലയിൽ, അവരെ പുറത്തേക്ക് ഇറക്കുന്ന നിലയിലുള്ള പൊതു ഇടങ്ങൾ പ്രദാനം ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ജനങ്ങൾ ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഭരണാധികാരികളായിട്ട് നമ്മളെല്ലാം തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം കൂടി അത് തിരിച്ച് അവർക്ക് ഏറ്റവും മികച്ച സ്പേസുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും, സുരക്ഷിതത്വം ഉണ്ടാവണം, അവർക്ക് കംഫർട്ടബിളായി ഫീൽ ചെയ്യണം, അതുപോലെ അത് നന്നായി രൂപകൽപ്പന ചെയ്തത് ആയിരിക്കണം. വെച്ചാൽ അവിടെ ചെല്ലുന്നവന് അസ്വസ്ഥതയില്ലാതെ കൂടുതൽ ആനന്ദദായകമായിട്ടുള്ള അന്തരീക്ഷം അവിടെ പിന്നെ ഉറപ്പുവരുത്തണം. അവിടെ വളരെ ഒരു ക്രിയേറ്റീവ് സ്പേസായിട്ട് അവർക്ക് അവരുടെ ഓരോരുത്തരുടെയും സർഗാത്മകതയ്ക്ക് അരങ്ങൊരുക്കുന്ന അന്തരീക്ഷം അവിടെ രൂപപ്പെടുത്തണം. ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷെ അത് ഇപ്പോൾ അവശേഷിക്കുന്ന പൊതു ഇടങ്ങൾ സംരക്ഷിക്കുന്നതിനോ പുതിയത് രൂപപ്പെടുത്തുന്നതിനോ ഇങ്ങനെ ഒരു സമഗ്ര കാഴ്ചപ്പാടോടുകൂടിയുള്ള പൊതു ഇടങ്ങളെ വരുന്നില്ല. പൊതു ഇടങ്ങൾ സ്വാഭാവികമായിട്ട് വരികയാണ്. ഇപ്പോൾ റോഡുകളുടെ കാര്യം പറഞ്ഞു, അവിടെയാണ് പ്രശ്നം. ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഡിസൈൻ പോളിസിയുടെയൊക്കെ ഇഷ്യൂ വരുന്ന അവിടെയാണ്. നിങ്ങൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഒക്കെ വിഭാവനം ചെയ്യുന്ന ലക്ഷണമൊത്ത റോഡുകൾ, ഡിസൈനർ റോഡുകൾ രൂപപ്പെടുത്തിയാൽ ഇതൊക്കെ ഉണ്ടാവും. അവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഫുട്പാത്തിൽ ഉണ്ടാവില്ല. കാരണം അവിടെ സർവീസ് ഡക്റ്റുകൾ ഉണ്ടാവും, അത് സെൻട്രൽ മീഡിയൻ ഉണ്ടാവും, സൈനേജസ് എല്ലാം ഉണ്ടാവും, ലൈറ്റിംഗ് ഉണ്ടാവും, അങ്ങനെ ഇതെല്ലാം ഉണ്ടാവും. ആവശ്യത്തിന് അതിന് സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഇത്ര വീതി വേണം ഫുട്പാത്തിൽ എന്നുള്ളത്. അത് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ അവരുടെ ജനങ്ങളുടെ അവകാശമാണ്. അത് ഉറപ്പ് നൽകുന്നതിലുള്ള കെൽപ്പില്ലായ്മയാണ് നമുക്ക് ഇപ്പോഴുള്ളത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുള്ളത്. ഇപ്പം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ട ഒന്നാണെന്നുള്ളതാണ്. വേറൊരു പ്രശ്നം അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സത്യത്തിൽ നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ അതിനൊരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മികച്ച, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആസ്തെറ്റിക്സ് ഉണ്ട്, ഒരു സൗന്ദര്യബോധം എന്നുള്ളത് ഈ ഇടക്കാലത്ത് നമ്മുടെ സമ്പ്രദായത്തിൽ കശാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പഴയ ഇവിടുത്തെ ഈ നിർമ്മിതികളൊക്കെ നോക്കും, ഈ ആർക്കിടെക്ചറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ്, BRക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗൊക്കെ ഇത്രയും വികസിക്കുന്നതിന് മുമ്പാണ് ഗംഭീരമായിട്ടുള്ള നിർമ്മിതികളുണ്ടായത്. കാലാവസ്ഥയെ അതിജീവിക്കുന്ന നിർമ്മിതികളുണ്ടായി. അതിൻ്റെ പ്രപ്പോർഷൻസൊക്കെ നോക്കൂ, എത്ര ഭംഗിയാണ്. നിങ്ങൾക്ക് ഒന്ന് സുന്ദരമാണെന്ന് തോന്നുന്നത് എപ്പോഴാണ്? അതിൻ്റെ ആ നിർമ്മാണത്തിൻ്റെ അനുപാതമൊക്കെ ഭംഗി ഏറ്റവും ഗംഭീരം ലക്ഷണമൊത്തതാകുമ്പോഴാണ്. അപ്പം അങ്ങനെയുള്ളത് എന്താണ് ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യാൻ പറ്റാത്തത് അവരുടെ കുറ്റമൊന്നുമില്ല. അവരൊക്കെ നല്ല എഞ്ചിനീയർമാരൊക്കെയാണ്, കഴിവുള്ളവരാണ്. പക്ഷേ ആസ്തെറ്റിക്സ് നഷ്ടപ്പെട്ടു പോയി. അതായത് നമ്മുടെ പഠനത്തിൽ വെറും കണക്ക് കൂട്ടലുകൾക്കായി പ്രാധാന്യം. പ്യുവർ സയൻസ് അത് വേണോ, അതോടൊപ്പം തന്നെ പിന്നെ സാഹിത്യവും കവിതയും അത്തരം പിന്നെ ഇനങ്ങൾക്കൊക്കെയുള്ള പ്രാധാന്യം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് അതൊന്ന് നോക്കണം. നേരത്തെ ഉണ്ടായിരുന്ന വലിയ ഉന്നത വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന സാധാരണ നമ്മുടെ പാരമ്പര്യത്തിൽ വന്ന തച്ചന്മാർക്ക് ഉണ്ടായ വൈഭവവും വൈദഗ്ധ്യവും സൗന്ദര്യബോധവും ഇന്ന് നമുക്ക് സമൂഹത്തിലെ സിസ്റ്റത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രാജഭരണകാലത്തുണ്ടായത് നല്ലതായതും തോന്നുന്നതും ഇപ്പോൾ അത് അത്ര അല്ലാതെ തോന്നുന്നതും. അല്ലാതെ ജനാധിപത്യം മോശമായതുകൊണ്ടല്ല, ജനാധിപത്യം അതിഗംഭീരമായത് തന്നെയാണ്, ഏറ്റവും ഗംഭീരമായിട്ടുള്ളതാണ്. പക്ഷേ ജനാധിപത്യത്തിൽ ഈ ധർമ്മം നിർവഹിക്കേണ്ടുന്ന ഒരു ബ്യൂറോക്രസി ഉണ്ട്, അതാണ് ഒരു ഭാഗം. ഇനി ഞാൻ ഈ പറഞ്ഞ ഈ പരിമിതിയിൽ നിന്നാണല്ലോ ഞങ്ങൾ കുറച്ച് പ്രോജക്റ്റുകൾ അവസാനിപ്പിക്കുക. അപ്പോൾ അതിൽ ഈ സിസ്റ്റത്തിനകത്ത് തന്നെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന് കുറച്ച് കഠിനമായ പരിശ്രമം ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ 15 വർഷത്തിനിടയിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്ന പണം വെച്ച് 3000 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികളുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് പബ്ലിക് സ്പേസുകളായിട്ട് ഉപയോഗിക്കാവുന്ന 100 കോടിയിലധികം രൂപയുടെ പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഗവൺമെൻറ്റുകളുടെ MLA ഫണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ചത്വരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അത് അവിടെ ഒരു സ്വാതന്ത്ര്യ ചത്വരം, ഫ്രീഡം സ്ക്വയർ. അതുപോലെ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇന്ന് ഇന്ത്യയിലെ ഗവൺമെൻറ് സ്കൂളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള അതിനെ നാഷണൽ പിന്നെ അവാർഡുകളൊക്കെ വാങ്ങിയ സ്കൂളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയും പബ്ലിക് സ്പേസ് ഉണ്ട്. വൈകുന്നേരം പൂട്ടിപ്പോകുന്ന സ്കൂളുകളല്ല, നാട്ടുകാർക്ക് വേണ്ടി, സീനിയർ സിറ്റിസൺസിന് വേണ്ടി തുറന്നു വെച്ച് കൊടുക്കുന്ന സ്കൂളുകളാണ് അവിടെയുള്ളത്. അവർ വന്നിരിക്കുന്നു, മോർണിംഗ് വാക്കിന് പോകുന്നു, അങ്ങനെയുള്ള സ്പേസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കാൻ കോലായി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭംഗിയായത് ഇവരെ പോലുള്ള, ഇത് രണ്ടുപേരും ആർക്കിടെക്ട്സാണ്, ഇതുപോലെയുള്ള മികച്ച വാസ്തുശില്പികൾ രൂപകൽപ്പന ചെയ്തതുകൊണ്ടാണ്. ഈ പുറത്തുള്ള വാസ്തുശില്പികൾ രൂപകൽപ്പന ചെയ്തത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്വീകരിക്കില്ല എന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ അത് അവിടെയുള്ള ആളുകൾ, ഉദ്യോഗസ്ഥരൊക്കെ സഹകരിച്ചു അതുമായിട്ട് നന്നായിട്ട്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് അത്തരം സ്പേസുകൾ ഉണ്ടായത്. ഒരുപാട് ഏറ്റവും പാവങ്ങൾ പാർക്കുന്ന പ്രദേശങ്ങളിൽ പോലും ഏറ്റവും നല്ല കമ്മ്യൂണിറ്റി സ്പേസുകൾ, ആംഫി തിയേറ്ററുകൾ. ഒരു പക്ഷേ
നമ്മുടെ വെറും സ്കൂളുകൾക്ക് പുറത്ത് തന്നെ 30 കോടിയിലധികം രൂപ ഇത്തരം സ്പേസുകൾക്ക് വേണ്ടി ആംഫി തിയേറ്ററുകളും ഓപ്പൺ സ്പേസുകളും ഓപ്പൺ സ്റ്റേജുകളും പാർക്കുകളും ഈ ഫ്രീഡം സ്ക്വയർ പോലുള്ള കോൺസെപ്റ്റുകളും ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിപ്പം ഇവിടെ സംസാരിച്ചതിൻ്റെ അതൊന്ന് മനസ്സിലായ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് എവിടെയോ ഒരു പോളിസി ഗ്യാപ്പുണ്ട്. അതായത് നമ്മുടെ ഈ ആസൂത്രണവും നിർവഹണവും തമ്മിലൊരു പൊരുത്തക്കേട് എവിടെയോ ഉണ്ട്. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നതെന്നാണ് 3 പേരും സംസാരിച്ചതിൻ്റെ അതൊന്ന് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പൊതുവിടം എന്ന് നമ്മൾ പറയുന്ന അതൊരു പബ്ലിക് സ്പേസ്, ഒരു ഫിസിക്കൽ സ്പേസ് മാത്രമല്ല അതൊരു ലൈവ്ലിഹുഡ് സ്പേസാണ്, ജെൻഡർ സ്പേസാണ്. അങ്ങനെ നമുക്ക് പലതരത്തിൽ ഒരു സോഷ്യൽ കൾച്ചറൽ സ്പേസാണ്, ഒരു യൂണിവേഴ്സൽ സ്പേസ് ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ചർച്ചയുടെ ഒരു പൊതുവിടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പൊതുവിടത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഈ പാനലിനകത്ത് നിങ്ങളൊരു ഇതിനു വേണ്ടി സമരം ചെയ്യുന്ന ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട്. ഞങ്ങളുടെ ഒരു പ്രതിനിധിയും കൂടി ഇതിനകത്ത് ഇരുത്തണമായിരുന്നു എൻ്റെ മൈ റിക്വസ്റ്റ്. ബിക്കോസ് ദിസ് പെർട്ടിക്കുലർ ജെന്റിൽമാൻ, ദ CPM റെപ്രസെൻറ്റേറ്റീവ്, അദ്ദേഹം പറയുന്ന പോലെ അല്ല ട്രിവാൻഡ്രം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം കോഴിക്കോടിൻ്റെ കാര്യമായിരിക്കും പറഞ്ഞത്. ഇറ്റ് സൗണ്ട്സ് വെരി ഐഡിയൽ. ട്രിവാൻഡ്രം അങ്ങനെ അല്ല. ഞാൻ പേഴ്സണലി ഇൻവോൾവ് ആയിട്ടുള്ള 2 സമരം വളരെ ചുരുക്കി പറയാം. അട്ടക്കുളങ്ങര സ്കൂൾ എന്ന് പറഞ്ഞ പഴയ സ്കൂളാണ്. 1880 തുടങ്ങിയ സ്കൂളിൻ്റെ UDF ഗവൺമെൻറ് അതിനെ എടുത്ത് ഒരു ബസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആൻഡ് ബസ് ബേ ആക്കാൻ പോകുമായിരുന്നു. അതിന് ഞങ്ങൾ സമരം ചെയ്ത സ്കൂളിലെ വിദ്യാർത്ഥികൾ, ഐ ഡി നോട്ട് ഈവൻ നോ സച്ച് എ സ്കൂൾ എക്സിസ്റ്റഡ് ആക്ച്വലി. ഞാനത് റോഡ് ഇൻവോൾവ് ആയിരുന്നു. ഫൈനലി we won only because the government changed and the LDF government gave the land back to us. But the school is still neglected and anything can happen even now. Second is this very spot, കനകുന്നിനെ എടുത്ത് ഒരു പുത്തരിക്കണ്ടം മൈതാനമാക്കി മാറ്റിയിരിക്കുക. എവറി 2 months ഗവൺമെൻറ് എന്തെങ്കിലും കൊണ്ട് ഇതിനകത്ത് ആക്കും. നിങ്ങൾ എൻ്റെ ഹെറിറ്റേജിനെ പറ്റി സംസാരിക്കുന്നു. ഞങ്ങളും അതാ പറയുന്നത്, ഇത് ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. എൻ്റെ ലോൺസ് ഡിസൈൻ ചെയ്ത, ഐ ഫർഗെറ്റ് ഹിസ് നെയിം, യു വിൽ നോ, ക്രുംബിഗൽ എന്ന് പറഞ്ഞ ലാൽ ബാഗർ ഡിസൈൻ. ഹി ഹാസ് ഡിസൈൻ ദ ലോൺസ് ഓഫ് ദിസ് പ്ലേസ്. ഇറ്റ്സ് ഹെറിറ്റേജ് ലോൺസ്, ഹെറിറ്റേജ് പ്രോപ്പർട്ടി. അതിനെ എടുത്ത് ഓരോ 2 മാസവും ഇതിനകത്ത് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു പദ്ധതി അവിടെ ആ സൈഡിൽ 2 ഷോപ്പിംഗ് ആഹാരം കഴിക്കുന്നവർക്ക് ഉണ്ടാക്കി എന്തോ ചെയ്യാൻ പോയി. വി ഹാവ് ഗോൺ ടു കോർട്ട്. വി ആർ സ്റ്റിൽ ഇൻ കോർട്ട് വിത്ത് ദാറ്റ് ടു സ്റ്റോപ്പ് ദ ഗവൺമെൻറ് ഫ്രം ഡൂയിങ് ദിസ്. അത് ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് 3 trees പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഫ്രം 2021, for which I come every week to water. And my mava, which had grown taller than me, I discovered that ഈ Monday that ഉണങ്ങി. പിന്നെ ഇന്ന് രാവിലെ ഒരു ജെന്റിൽമാൻ ഫ്രം കോട്ടയം കെയിം ആൻഡ് ഡിഡ് വൃക്ഷ ആയുർവേദം. ഞങ്ങൾ വെട്ടിയാണ് വൃക്ഷ ആയുർവേദം ഒക്കെ ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ ചെയ്തേ ഉള്ളൂ. മൈ പോയിന്റ് ഇൻ സേയിങ് ഓൾ ഓഫ് ദിസ് ഇസ് ദാറ്റ് വി ആർ ഫൈറ്റിംഗ് ബാക്ക് ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് വി പോസിബിളി ക്യാൻ. ദർ ഇസ് നോ സ്പേസ്, പബ്ലിക് സ്പേസ് ഹിയർ അറ്റ് ഓൾ. ഞാൻ ഡൽഹി വളർന്ന ഒരാളാണ്. ഡൽഹിയിൽ ഈവൻ ലോ മിഡിൽ ക്ലാസ് കോളനി, നെഹ്റുവിയൻ ഡൽഹി ആയതുകൊണ്ടായിരിക്കും ന്യൂ ഡൽഹിയിൽ ഈവൻ ലോ മിഡിൽ ക്ലാസ് കോളനി ഹാവ് എ സ്മോൾ പാർക്ക്. ഓക്കെ, in contemporary Delhi, I don't know what is happening. പക്ഷേ പാർക്സ് ഉണ്ട് ഇവിടെ. this city has not grown like that. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനകത്ത് വാക്കിംഗ് ഡിസ്റ്റൻസിൽ പാർക്ക് ഉണ്ടാക്കാം? I'll finish very soon. എൻ്റെ അമ്മ, she died 2 years ago. Before COVID, I used to drive her to the museum so that she could have a 35 minutes walk in the museum. I could park in front of Kanakunna. Ippa Kanakunna, parking is also not allowed. So if somebody has an elderly person or a disabled person from home to bring to the museum to walk, they cannot even do that here. ഈ സിറ്റിക്ക് പബ്ലിക് സ്പേസസ് എടുത്ത് മാറ്റുന്ന പബ്ലിക്കിൻ്റെ ലാക്ക് ഓഫ് നോളജും ലാക്ക് ഓഫ് ഇൻട്രസ്റ്റും അല്ല. ദ പീപ്പിൾ ഹു ഗവൺ ദിസ് പ്ലേസ് ആർ ടോട്ടലി യൂസ്ലെസ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞതും, ഒരു പോളിസിയുടെ പ്രശ്നമാണ്. അവിടെ പൊതു ഇടങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. ഈ പൊതു ഇടങ്ങൾ, ഒരു കാര്യം നമ്മൾ ഒന്ന് ഫിസിക്കൽ പൊതു ഇടങ്ങളാണ്, പൊതുസ്ഥലങ്ങളും പൊതു ഇടങ്ങളുടെ പൊതു സ്വഭാവവും, ഇത്തരത്തിൽ അതിൻ്റെ പല ഡയമെൻഷൻ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാനൊക്കെ ധാരാളമായി പൊതുസ്ഥലങ്ങൾ ഉണ്ടായിരുന്നത് പൊതുവിടങ്ങളല്ലാതായി മാറിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പള്ളികളും അമ്പലങ്ങളും മതങ്ങളും അതിന് കൂട്ടുന്ന പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സുമാണ്. നിഷേധിക്കാൻ പറ്റുമോ? ഇനി സാർ നേരത്തെ വണ്ടേഴ്സ് ചെയ്ത ഒരാളാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അവിടുത്തെ ഞാൻ വിദ്യാഭ്യാസം ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ സ്കൂളിൽ വന്ന് അതിലേ പോകുന്നവരെല്ലാം ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് സാർ ഒത്തിരി പറഞ്ഞിട്ട് കറക്റ്റാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു ലോക്കൽ ബോഡിയുടെ, ഒരു പഞ്ചായത്തിൻ്റെ പൊതു ടോയ്ലറ്റുകൾ വൃത്തിയാകണമെന്നുള്ള ഒരു ബോധം അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർ, അതായത് ലോക്കൽ ബോഡിയുടെ ലീഡർഷിപ്പിന് ഉണ്ടെങ്കിൽ അവർക്ക് ആരുടെയെങ്കിലും തടസ്സമുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, നമ്മൾ ഫ്രട്ടേണിറ്റി ഫീലിംഗ് ഇല്ല. പൊതുസ്ഥലത്ത് വരുന്ന ഒരു സാധാരണക്കാരന് അന്തസ്സോടെ ടോയ്ലറ്റിൽ പോകണമെന്നുള്ള സങ്കല്പം നമുക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം.
നമുക്ക് അന്തസ്സായിട്ട് മനുഷ്യൻ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്രട്ടേൺ. പിന്നെ ഒരു കാര്യം കൂടി, സ്കൂൾസ് ഒരു കുട്ടിക്ക് ആദ്യമായി പൊതുബോധമുണ്ടാകുന്ന സ്ഥലം ഡെമോക്രാറ്റിക് സ്പേസ് എന്ന് പറയുന്ന ക്ലാസ് റൂമാണ്. ഒരു ടീച്ചറുടെ മുമ്പിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ, വൈവിധ്യങ്ങളില്ല. ആ ഡെമോക്രാറ്റിക് സ്പേസിൽ ഫ്രീ ആയിട്ട് കുട്ടി ഇടപഴകുന്നതിനുള്ള ഒരു പൊതുസ്ഥലത്തിൻ്റെ ഫീലിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതിൻ്റെ ഒന്നും ഉത്തരം കാണാതെ നമുക്കിത് അല്ലാതെ അവരെയും കുറ്റം പറഞ്ഞ് ഇവരെയും കുറിച്ച് പറഞ്ഞ് ടി വി വന്നതാണ്, മൊബൈൽ വന്നതാണെന്നുള്ള ഈ മുട്ടിയായങ്ങൾ പറയുന്നുണ്ടെന്ന് യാതൊരു പ്രയോജനമില്ല. വെദർ വി ഹാവ് ദ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ശ്രീ കിനിയൊക്കെ പറഞ്ഞതുപോലെ ചങ്കുമുഖം ബീച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കോഴിക്കോട് ബീച്ചുണ്ട്, കോഴിക്കോട് ഫ്രീഡം സ്ക്വയർ ഉണ്ട്, കോഴിക്കോട് കുറ്റിച്ചിറയുണ്ട്, കോഴിക്കോട് പിന്നെ മിസ്കൽ പള്ളിയുടെ കുളം നന്നാക്കി അവിടെ പൊതുവിടയാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ പിന്നെ മിഠായിത്തെരുവുണ്ട്, മിഠായിത്തെരുവിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നേരത്തെ ആരോ പറഞ്ഞതുപോലെ ചാലയിൽ നമുക്ക് ഗതാഗതം നിരോധിച്ചുകൂടാ? അതായത് ഈ ഓട്ടോമൊബൈൽ മാഫിയ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലെ ഇത്തരം ഡെവലപ്മെൻറ്റ് ചർച്ചകളിൽ പങ്കെടുത്തപ്പം ഓട്ടോമൊബൈൽ മാഫിയ എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിടങ്ങൾ കീഴടക്കുന്നത്, കോടികൾ ലാഭം ഉണ്ടാക്കുന്നു. അതിൻ്റെ ടാക്സിൽ നിന്ന് ഗവൺമെൻറ്റും ഒരു കോടികൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഇത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നു, കോടികൾ മുടക്കിയ നികുതി കൊടുത്ത പൊതു ഇടത്താണ് ഇത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ പൊതുവിടം കവർന്നെടുക്കുന്ന ഈ ഓട്ടോമൊബൈൽ മാഫിയെ എങ്ങനെ നിയന്ത്രിക്കണമെന്നാണ് നിങ്ങളുടെ ആസൂത്രണത്തിൽ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? താങ്ക് യു. ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉത്തരവല്ല, എങ്കിലും പറയാം. ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഈ രൂപകൽപ്പന നയം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. അത് പ്രദീപ് സാറ് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡൊമൈൻസിലുള്ള എക്സ്പേർട്സും കൂടെ ഇരുന്ന് മാസങ്ങളോളം ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഡിസൈൻ നയം വരുന്നുണ്ട്. ആ നയത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഒരു ലീഗൽ മെക്കാനിസം കൂടിയാണ്. ആ ലീഗൽ മെക്കാനിസം ഇൻ പ്ലേസ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ ഉണ്ടാവും. അത് ഓൾറെഡി ഗവൺമെൻറ് ചിന്തിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത് സൊല്യൂഷനുമായിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ ലീഗൽ ഡോക്യുമെൻറ്റ്. അല്ല, അതെനിക്ക് ഒരു വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാര്യം ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് തിങ്. ഈ ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. പക്ഷേ അത് പബ്ലിക് ഡൊമൈനിൽ എങ്ങനെ വേണം, ഈ പറയുന്ന പാർക്കിംഗ് സ്പേസ് ഒക്കെ. ഇപ്പോൾ ഒരു കൊച്ചൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു സാധാരണ വളരെ സിമ്പിളായിട്ട് പറയാം. സാധാരണ ഒരു ഹോട്ടൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആര്യ നിവാസ് എന്ന് പറഞ്ഞ തമ്പാനൊരു ഹോട്ടൽ, ഏകദേശം ഞാൻ നോക്കിയപ്പോൾ 10, 60, 70 കാറുകളോളം ഒരു കൊച്ച് 4 സെൻറ്റ് ഭൂമിയിലാണത് നിൽക്കുന്നത്. അവർക്ക് അത്രയും ആൾക്കാർ അവിടെ വന്ന് ആഹാരം കഴിച്ച് പോകുന്നുണ്ട്. അതേസമയം അത് സ്പ്രെഡഡ് ആവുകയാണെങ്കിൽ എത്രമാത്രം സ്പേസ് അവിടെ എടുത്തേനെ. അപ്പോൾ ടെക്നോളജിക്കൽ സൊല്യൂഷൻ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ നമ്മുടെ മോഡറേറ്ററും പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുക, ഇതെല്ലാം ഈ പറയുന്ന ഡിസൈൻ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഒരു കാര്യത്തിൽ ഈ ചർച്ച നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ പബ്ലിക് സ്പേസസിനെ പറ്റിയിട്ട് വളരെയധികം ജാഗരൂകരാണ്. അത് തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് വളരെയധികം ബോധമുള്ളവരാണ്. അപ്പോൾ ഇത്ര നല്ലൊരു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പാനലിനും പങ്കെടുത്ത സദസ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കും.